ബാക്ക് ടു ക്രിയേറ്റീവ് ജെയിം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ട് റാബിറ്റിനെയാണ്. നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അലുമിനിയം ഫോയിൽ ഇതുപോലെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പാണ്ഡേ ഉണ്ടാക്കി അതേപോലെ തന്നെ ഒരു തലയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ ബോഡിക്ക് വേണ്ടിയിട്ടും അലുമിനിയം ഫോയിൽ ഇതുപോലെ ചുരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബോഡിക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന വലിയ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ചുരുളില്ലേ അതെടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോർസലെയിൻ ക്ലേ ആണ്. നിങ്ങൾക്ക് ഏത് എയർ ഡ്രൈ ക്ലേ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഫെവിക്രിൽ മോൾഡിറ്റോ വേറെ ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തലയുടെ പോർഷനും ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. പോർസലെയിൻ ക്ലേ എന്താണെന്നൊക്കെ എന്നോട് ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, പോർസലെയിൻ ഇസ് എ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ. മേക്കിംഗ് വീഡിയോ ഒക്കെ ഒരുപാട് മുമ്പ് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റാബിറ്റിൻ്റെ ഫേസ് ആണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു കാർട്ടൂണിഷ് ആയിട്ടുള്ള റാബിറ്റിനാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടിട്ട് വന്നിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ തംബ്നെയിലിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന വർക്ക് തന്നെയാണ് തംബ്നെയിലിൽ വെക്കാറ്. അല്ലാതെ ക്ലിക്ക് ബൈറ്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ബിക്കോസ് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജെനുവിൻ ആയിട്ടുള്ള വർക്ക് കണ്ടിട്ട് വരുമ്പോൾ അത് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ആ ഒരു വിലയൊന്നും ക്ലിക്ക് ബൈറ്റ് ഇട്ടാൽ കിട്ടുമെന്ന് തോന്നണില്ല. എനിക്ക് വേണമെങ്കിൽ നല്ല അടിപൊളി റാബിറ്റിൻ്റെ പടമൊക്കെ വെച്ചിട്ട് ആൾക്കാരെ ആകർഷിക്കുമായിരുന്നു. അത് ചെയ്യുന്നത് ശരിയല്ലാന്ന് തോന്നി. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. എനിക്കങ്ങനെ ചെയ്യുന്നത് ശരിയല്ലാന്ന് തോന്നിയോണ്ട് ഞാൻ ക്ലിക്ക് ബൈറ്റ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കാർട്ടൂണിഷ് ആയിട്ടുള്ള റാബിറ്റിനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ക്യൂട്ടായിട്ടുള്ള ഫേസാണ് വേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ ചീക്ക് ഏരിയാസൊക്കെ നന്നായിട്ട് ഒന്ന് എൻഹാൻസ് ചെയ്ത് നല്ല പഫി ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഓൾറെഡി അറിയാമല്ലോ ശരിക്കുള്ള മുയലിൻ്റെ ഫേസ് ഇങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ കാർട്ടൂണിൽ കാണുമ്പോൾ എപ്പോഴും വട്ടമുഖം, അങ്ങനെ വട്ട കണ്ണുകൾ, വിടർന്ന കണ്ണുകൾ അങ്ങനെയൊക്കെയാണ് കാണുക. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള അനിമൽസിൻ്റെ രൂപം ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഫിഷിനെ ചെയ്ത പോലെ. അപ്പോൾ നമുക്ക് ഒറിജിനലായിട്ടുള്ള ഫിഷ് പോലത്തെ മിനിയേച്ചേഴ്സും കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചീക്ക് ഏരിയാസിൽ കുറച്ചും കൂടെ ഉരുട്ടിയൊക്കെ എൻഹാൻസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിൽ അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്ലേ മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ക്ലേ ഇങ്ങനെ കുറച്ചായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പാണ്ഡേ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ കാർട്ടൂണിഷ് ആയിട്ടുള്ള ഫിഗേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് തല കുറച്ചൊരു പൊടിക്ക് വലുതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് കുറച്ചും കൂടെ ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വയറിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ചൊരു പിങ്ക് ഷെയ്ഡ് പോലെ കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ പിങ്ക് കളർ ക്ലേ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലേ ആണ്, കളർ മിക്സ് ചെയ്യാൻ പറ്റാത്ത വേറെ ഏതെങ്കിലും ക്ലേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അവസാനമായിരിക്കുമല്ലോ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കളറേഷൻ കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് കാലുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കാലിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ കാലും ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൈകൾ വെച്ച് കൊടുക്കാം. കൈകൾക്കും വലിയ പണിയൊന്നുമില്ല, വളരെ ഈസിയാണ്. ഇതുപോലെ രണ്ട് കൈകളും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫേസിൻ്റെ അവിടെ, കണ്ണിൻ്റെ അവിടെ കുറച്ചൊന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അവിടെയൊക്കെ നമ്മൾ പാച്ചായിട്ട് ക്ലേ വയ്ക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് രണ്ട് സൈഡിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും കുഴിവുകൾ കൂടിപ്പോവുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റുമൊക്കെ ക്ലേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ണിൻ്റെ അവിടെ കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തു. അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ആ ഒരു ക്ലിപ്പ്. ഒരു കണ്ണിൻ്റെ നമ്മളെ കുഴിച്ച് വെച്ചിട്ടില്ല, അവിടെ കുറച്ച് ക്ലേ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു വായും മൂക്കും ഒക്കെയുള്ള ഭാഗം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ പാണ്ഡേ ചെയ്ത പോലെ തന്നെയാണ് ഏകദേശം. നന്നായിട്ട് ആ ഒരു വായും കൂടെ സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂക്ക് വെച്ച് കൊടുക്കാം. അത് പിങ്ക് കളറിലാണ് വെച്ച് കൊടുക്കുക. നമുക്കറിയാമല്ലോ മുയലിൻ്റെ ഒരു മൂക്ക് വന്നിട്ട് ബ്ലാക്ക് കളറൊന്നും ആവശ്യമില്ല, കുറച്ച് പിങ്ക് കളറിലായാലും മതിയാവും. ആൻഡ് ഇനി നമുക്ക് ഒരു കുഞ്ഞു വാലും കൂടെ വെച്ച് കൊടുക്കാം. വാലിതുപോലെ ആയിരിക്കും എന്നറിയാമല്ലോ, ഒരു കുഞ്ഞു വാല് വെച്ച് കൊടുക്കാം.
മുയലിൻ്റെ ചെവി വെച്ച് കൊടുക്കാം. മുയലിൻ്റെ ചെവി നല്ല നീണ്ടിട്ടാണ് ഉണ്ടാവുക, അറിയാലോ. ഞാനിവിടെ ഒരു ചെവി കുറച്ച് താഴോട്ട് വളഞ്ഞിട്ടും ഒരു ചെവി മുകളിലേക്ക് നേരെ നിൽക്കുന്ന അതുപോലെയാണ് വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. 2 ചെവി താഴോട്ടിരിക്കുന്ന പോലെയോ 2 ചെവി മുകളിലോട്ടിരിക്കുന്ന പോലെ എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്, ക്യാരറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളർ ക്ലേ എടുക്കുക. എന്നിട്ട് ക്യാരറ്റ് ഇതുപോലെ ഉണ്ടാക്കുക. ക്യാരറ്റിനെ ഞെട്ടിൻ്റെ അവിടെ കുറച്ച് ഗ്രീൻ കളർ വെച്ചിട്ട് അതിൻ്റെ ഒരു ഞെട്ടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. സിമ്പിളാണ് ക്യാരറ്റൊക്കെ ഉണ്ടാക്കാൻ. എന്നിട്ട് അതിൻ്റെ ആ ഒരു വെട്ട് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഞാനിവിടെ സോഫ്റ്റ് പേസ്റ്റൽസ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അക്രിലിക് പെയിൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ട് കുറച്ചൊരു ഓറഞ്ചിൻ്റെ കൂടെ കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്താൽ മതിയാവും. നമുക്കിവിടെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരറ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്കും റിയലിസ്റ്റിക് ആയിട്ടൊന്നും പോകണില്ല. ഇനി നമുക്ക് മുയലിൻ്റെ ആ ഒരു ഫേസും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ചെവിയുടെ നടുക്കായിട്ട് പിങ്ക് കളറിൽ ഞാനിവിടെ സോഫ്റ്റ് പേസ്റ്റൽസ് തന്നെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാട്ടർ കളറോ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റോ ഒക്കെ വെച്ചിട്ട് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഇതുപോലെ കൊടുത്താൽ മാത്രം മതിയാവും. വളരെ ലൈറ്റായിട്ട് കൊടുക്കുക. ഞാനിവിടെ സോഫ്റ്റ് പേസ്റ്റൽസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അത് ഉപയോഗിച്ചത്. പെട്ടെന്നാവും, അതുകൊണ്ടാണ്. എനിക്ക് സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് സോഫ്റ്റ് പേസ്റ്റൽസാണ് എനിക്ക് കംഫർട്ടബിൾ, പെട്ടെന്ന് ഈ ഒരു പെയിൻ്റൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സോഫ്റ്റ് പേസ്റ്റൽസ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സോഫ്റ്റ് പേസ്റ്റൽസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റോ ഇതുപോലെ വാട്ടർ കളറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഈ കണ്ണ് വരച്ചു കൊടുക്കുക. കണ്ണ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മനുഷ്യൻ്റെ കണ്ണ് പോലെ തന്നെ ഉണ്ടെന്ന്. അതിനുത്തരം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാർട്ടൂണിഷ് ആയിട്ടുള്ള റാബിറ്റിനെയാണ്. സോ അതുകൊണ്ട് തന്നെ കണ്ണിനൊന്നും അവിടെ റിയലിസ്റ്റിക് ആയിട്ട് വേണമെന്നുള്ള പ്രസക്തിയൊന്നുമില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണ് കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടൊക്കെ വയ്ക്കുന്നതിൽ കുഴപ്പമില്ല. നമുക്ക് കൃഷ്ണമണിയുടെ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫേസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ അതിൻ്റെ ചെവിയുടെ ആ ഒരു ഭാഗത്ത് കുറച്ച് ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് ബണ്ണി അല്ലെങ്കിൽ ക്യൂട്ട് റാബിറ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ ആർക്കെങ്കിലും ഫിഗറിൻ മേക്കിങ്സും ഡോൾ മേക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും വന്ന് ബുദ്ധിമുട്ടിക്കില്ല. ആഴ്ചയിൽ 2-3 വീഡിയോയെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് സാധാരണഗതിയിൽ നമ്മൾ വെള്ളിയാഴ്ചയാണ് ഇനി വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ ബുധനാഴ്ചയും കൂടെ ഇനി മുതൽ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിയുമെങ്കിൽ ബുധനാഴ്ചയും കൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. Until then, this is me, Jay, signing off. Thank you for watching. Cheers.